മാധ്യമങ്ങൾ തന്നെ ഒരു കസ്റ്റഡി മരണത്തെ വളരെ ലഘൂകരിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. ഒന്ന്, കൽപ്പറ്റ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീടോ പരാതികളോ ഇല്ലാത്ത ആളെ കൽപ്പറ്റ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കൽപ്പറ്റ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് കൊണ്ടുവന്നു എന്നത് തന്നെ അനധികൃതമായ പ്രവൃത്തിയാണ്. രണ്ട്, ഇത് മൈനറായിരിക്കുന്ന കുട്ടികളാണ്. ആ കുട്ടികളായിരിക്കുന്നവരെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ കീഴിൽ കോഴിക്കോട് ഹാജരാക്കുകയും അവിടെ നിന്ന് അവരുടെ അനുമതിയോടുകൂടി അവരുടെ സ്റ്റേഷൻ പരിധിയായിട്ടുള്ള പരാതി ലഭിച്ചു എന്ന് ഇവർ പറയുന്ന അല്ലെങ്കിൽ അവർ ജീവിച്ചു വരുന്ന പ്രദേശത്തെ സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്യേണ്ടതിന് പകരമാണ് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. അത് തന്നെ പൂർണ്ണമായും ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇതിന് അനുമതി നൽകി ഉന്നത ഉദ്യോഗസ്ഥരടക്കം പ്രതികളാണ്. CBI അന്വേഷണം അടക്കം നടത്തിയാൽ മാത്രമേ ഒരു വളരെ ചെറുതായ ഒരു കക്കൂസിനുള്ളില് ഒരു ശുചിമുറിക്കുള്ളില് ചെറിയൊരു ഷവറിന്റെ ഒരു നട്ടിന്റെ മുകളിൽ തൂങ്ങി മരിക്കുന്ന ഒരു പ്രക്രിയ ഈ കുട്ടികൾ പോലീസിനോട് സഹായം ചോദിച്ച് കോഴിക്കോടെത്തിയ കുട്ടികളാണ്. ആ കുട്ടികള് അവർ ജീവിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്ത് സഹായം ചെയ്യില്ലെങ്കിൽ അവർക്ക് അന്നേരം മരിക്കാമായിരുന്നു. അതൊന്നും ചെയ്യാതെ തീർച്ചയായിട്ടും സ്റ്റേഷനിലേക്ക് എത്തുകയും സ്റ്റേഷനിലെത്തിയതിനു ശേഷം നടന്ന ക്രൂരമായ പോലീസ് നടപടികളുടെ ഭാഗമായിട്ടാണ് തീർച്ചയായും ഈ കുട്ടിയുടെ മരണത്തിലേക്ക് എത്തിപ്പെട്ടത്. അത്തരം ഒരു കസ്റ്റഡി മരണത്തിന് ഉത്തരവാദികളായ പോലീസുകാരെ നീക്കം ചെയ്യുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. CBI അന്വേഷണത്തിലൂടെ വസ്തുതകൾ പുറത്തു വരണം. എന്തുകൊണ്ട് പരിധിയിലല്ലാത്ത സ്റ്റേഷനിൽ ഇപ്പൊ നിങ്ങളെ ഒരാൾ മർദ്ദിച്ചാൽ നിങ്ങളെ മർദ്ദിച്ച പോലീസ് സ്റ്റേഷനിലാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ അതിന്റെ പരിധിയിൽപ്പെട്ട സ്റ്റേഷനിലാണ് നിങ്ങൾ പരാതി കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ താമസ സ്ഥലത്ത് ഒരു സംഭവം ഉണ്ടായ ആ താമസ സ്ഥലത്തിന്റെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനാണ് കംപ്ലൈന്റ് കൊടുക്കുന്നത്. ഇവിടെ അതൊന്നുമല്ലാത്ത ചീപ്രം കോളനി എന്ന് പറയുന്നത് 9 കാട്ടുനായ് കുടുംബങ്ങളും 2 പണിയ കുടുംബങ്ങളും താമസിക്കുന്നത് 10 വർഷത്തോളമായിട്ട് ചീപ്രത്താണ് താമസിക്കുന്നത്. ആ പരിധി എന്ന് പറയുന്നത് ഒരു വിധത്തിലും കൽപ്പറ്റ പോലീസ് സ്റ്റേഷൻ പരിധിയിലല്ല. അതുപോലെ തന്നെ ഈ ആദിവാസി പെൺകുട്ടി ഇതിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറുവശത്ത് ഗോകുലാണെങ്കിലും അമ്പലവയൽ പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെട്ട പ്രദേശത്താണ്. ഇത്തരം ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഗോകുലിന് നെല്ലാർച്ചാൽ അമ്പലവയൽ പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെട്ട അമ്പലവയൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ടത്. അപ്പൊ ഒരു വിധത്തിലും കൽപ്പറ്റ പോലീസ് സ്റ്റേഷന് ഈ കേസുമായി ബന്ധപ്പെടേണ്ട യാതൊരു സാഹചര്യങ്ങളുമില്ല. ഇല്ലാതെ കൽപ്പറ്റ പോലീസ് ഈ കുട്ടികളെ അവിടുന്ന് പോലീസ് ജീപ്പിൽ കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായത് തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഗുരുതരമായ വീഴ്ച. അവരടക്കം ഇതിന്റെ അകത്തെ പ്രതികളാണ്. അത്തരം ആളുകളെ സർവീസിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ട് ഈ ആദിവാസി എന്നത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനതയാണ്. ആ പിന്നോക്കം ജനതയ്ക്ക് നീതി ലഭ്യമാക്കുന്ന ഒരു അന്വേഷണം, കേരള പോലീസിന്റെ അന്വേഷണം തീർച്ചയായും ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതായിരിക്കും. ആ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള അന്വേഷണത്തെ മാറ്റി നിർത്തിക്കൊണ്ട് തീർച്ചയായിട്ടും സർക്കാർ CBI അന്വേഷണത്തിന് തയ്യാറാവുകയും അതുപോലെ ജുഡീഷ്യൽ തലത്തില് ആദിവാസികൾക്ക് നേരെ നടന്നിരിക്കുന്ന നിരവധി അതിക്രമങ്ങൾ ഇപ്പം വയനാട്ടിൽ തന്നെ കൊലപാതകം കമ്പളക്കാട് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയം കുട്ടത്തിലെ വാർത്തകൾ വന്നിരുന്നു. ആ കുട്ടി പൊടിയിൽ ചാടി ആത്മഹത്യ ചെയ്യേണ്ടി വന്ന പ്രശ്നമൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ. അപ്പൊ ജുഡീഷ്യൽ തലത്തില് എന്തുകൊണ്ട് ഇത്തരം പോലീസ് സംവിധാനം ഈ രീതിയിൽ ഈ ജനവിഭാഗത്തോട് പെരുമാറുന്നു എന്ന കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടക്കണം. അതുപോലെ ആ പെൺകുട്ടി ഇന്ന് വരെ ഗോകുലിന്റെ ഒപ്പം സുഹൃത്തായിട്ടുള്ള പെൺകുട്ടിയെ പോലീസിന്റെ സംരക്ഷണയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ആ പെൺകുട്ടി തീർച്ചയായും പോലീസ് സംരക്ഷണയിൽ നിന്ന് മാറ്റിയിട്ട് സർക്കാരിന്റെ ജുഡീഷ്യൽ തലത്തിലുള്ള സംരക്ഷണ കേന്ദ്രത്തിലേക്ക് അവരെ മാറ്റുകയും അവർക്ക് ഭീതിയില്ലാതെ ജീവിക്കാൻ കഴിയുന്ന അവസ്ഥയും ഭീതിയില്ലാതെ സമൂഹത്തിൽ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയും ഉണ്ടാക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ അടിയന്തരമായി തന്നെ ഇടപെടല് പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അതിനുള്ള ശ്രമം ആദിവാസി ജനവിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും എല്ലാ ജനവിഭാഗങ്ങളും ഈ കസ്റ്റഡി മരണത്തെ ആ രീതിയിൽ അപലപിക്കുകയും ഉത്തരവാദികൾക്കെതിരായ കർശനമായ നടപടി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നതാണ്. CPIML എന്ന രീതിയിൽ ആദിവാസി അതിക്രമ വിരുദ്ധ സമിതിയുടെ കമ്മിറ്റിയുടെ അംഗം എന്ന രീതിയിലും എനിക്ക് ഇക്കാര്യം പറയാനുള്ളത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.